2014 ശേഷം ഇൻഫ്രാസ്ട്രക്ചർ വിസ്മയങ്ങളാണ് നമ്മുടെ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഇൻഫ്രാസ്ട്രക്ചർ വിസ്മയങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പങ്ക് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെയാണ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി മുതൽ രാജ്യത്ത് ജമ്മു കാശ്മീരിൽ പണിത പാലവും അടൽ ടണലുമൊക്കെ നമ്മൾ കണ്ടതാണ്. സമാനമായ ഒരു രീതിയിൽ ഇപ്പോൾ ദക്ഷിണേന്ത്യയിൽ ഒരു വിസ്മയം ഒരുങ്ങുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. രാമനവമി ദിനത്തിൽ ഇത് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ്. ഈ എഞ്ചിനീയറിംഗ് വിസ്മയമാണ് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യാനായി പോകുന്നത്. കടലിന് കുറുകെയുള്ള പുതിയ പാമ്പൻ റെയിൽവേ പാലമാണ് ഇത് എന്നുള്ളതാണ് പറയാനുള്ളത്. പാമ്പൻ പാലത്തിന്റെ പുതിയൊരു വേർഷനാണ് ഇപ്പോൾ വരുന്നത്. പുതിയ പാലത്തിലൂടെ രാമേശ്വരത്തേക്കുള്ള ട്രെയിൻ സർവീസ് ഒക്ടോബറിൽ പുനരാരംഭിക്കാനാണ്, അതായത് ഒക്ടോബർ 1 പുനരാരംഭിക്കാനാണ് സർക്കാരിൻ്റെ നിലവിലെ നീക്കം. കപ്പലുകൾക്കും മറ്റും കടന്നു പോകാൻ ലംബമായി ഉയർത്തുന്ന വെർട്ടിക്കൽ ലിഫ്റ്റ് സ്പാൻ വിജയകരമായി അതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഇത്തരത്തിലുള്ള ആദ്യത്തെ കടൽപ്പാലമാണ്, ശ്രദ്ധിക്കണം, ആദ്യത്തെ കടൽപ്പാലമാണ് ഇത് എന്നുള്ളതാണ്. പഴയ പാലത്തെ അപേക്ഷിച്ച് 3 മീറ്റർ കൂടി അധികമായി ഉയർത്താൻ കഴിയുന്നതാണ് ഈ പുതിയ പാലം എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. പാമ്പൻ പാലം എന്ന് പറയുമ്പോൾ 1 നൂറ്റാണ്ട് പഴക്കമുള്ള പാലമാണ്. ആ റെയിൽവേ കടൽപ്പാലത്തിന്റെ ശോച്യാവസ്ഥ കണക്കിലെടുത്താണ് 2019 റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ആണ് നിലവിലെ പാലത്തിന് സമാന്തരമായി പുതിയ പാലത്തിന്റെ നിർമ്മാണത്തിനുള്ള തുടക്കം കുറിച്ചത്. പഴയ പാലത്തിലൂടെ ട്രെയിൻ കടന്നു പോകുമ്പോൾ അമിതമായ പ്രകമ്പനങ്ങൾ ഉണ്ടാകുന്നതായി IIT മദ്രാസിൽ നിന്നുള്ള വിദഗ്ധ സംഘം സ്ഥിരീകരിച്ചതോടെ ഇതുവഴിയുള്ള ട്രെയിൻ സർവീസ് 2022 പൂർണ്ണമായും നിർത്തിവച്ചിരുന്നു. ഈ ട്രെയിൻ സർവീസ് പുനരാരംഭിക്കാൻ സാധിക്കും ഒക്ടോബർ 1 മുതൽ എന്നാണ് അറിയാനും സാധിക്കുന്നത്. എന്തായാലും പ്രൗഢിയുടെ പ്രതീകമായിട്ടാണ് പാമ്പൻ പാലം അറിയപ്പെടുന്നത്. പാമ്പൻ കടൽപ്പാലത്തിലൂടെ ആദ്യ ട്രെയിൻ ഓടുന്നത് 1914 ഫെബ്രുവരി 24 പുരാണ പ്രസിദ്ധമായിട്ടുള്ള രാമേശ്വരം തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു, രാമേശ്വരത്തിന് കൂടുതൽ പ്രൗഢി ചാർത്തുന്ന, കൂടുതൽ തലയെടുപ്പ് ഏകുന്ന ഒരു പ്രൗഢിയുടെ പ്രതീകമാണ് പാമ്പൻ പാലം. എന്തായാലും കടലിടുക്കിന് മീതെ തലയെടുപ്പോടെ നിൽക്കുന്ന റോഡ് റെയിൽവേ പാലങ്ങളുടെ നഗരമായി രാമേശ്വരത്തെ മാറ്റിയതിൽ പാമ്പൻ പാലത്തിന് പ്രധാന പങ്കുണ്ട്. എന്നാൽ ഉപ്പ് കലർന്ന കാറ്റിൽ ഇരുമ്പും ഉരുക്കുമെല്ലാം പെട്ടെന്ന് തുരുമ്പെടുക്കുന്നത് വലിയ ആശങ്കയാണ് അവിടെ ഉടലെടുത്തത്. ഈ ആശങ്ക പരിഹരിക്കാനാണ് നിലവിൽ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. 1964 ഇവിടെ ആഞ്ഞു വീശിയ വൻ ചുഴലിക്കാറ്റിൽ ഈ പാലം തകർന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സമയത്ത് പാലത്തിലൂടെ കടന്നുപോയ ട്രെയിനിലെ ഗാർഡായിരുന്ന കോട്ടയം മണിമല സ്വദേശി ഉൾപ്പെടെ 5 റെയിൽവേ ജീവനക്കാരും 110 യാത്രക്കാരും ആ ദുരന്തത്തിൽ മരിച്ചിരുന്നത്. ഇപ്പോൾ പാമ്പൻ പാലത്തിന് പകരം പുതിയ ഒരു പാലം, രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം അവിടെ ഉയരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. നരേന്ദ്രമോദി അത് രാമനവമിക്ക് രാമേശ്വരത്തെത്തി ശ്രീരാമന്റെ നാമത്തിൽ സമർപ്പിക്കുമെന്നും അറിയാൻ സാധിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.